ഹേ ഹലോ വെൽക്കം ടു മിസ്റ്റേക്ക് ലവ് മായ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. സോ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള റീഡിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് പേർപ്പസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു റീഡിംഗ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം നമ്മൾ പലപ്പോഴായിട്ട് നമ്മളുടെ ലൈഫ് പേർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുക, ഒരുപാട് ഹാപ്പിനെസ് കിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസം എണീറ്റ് ആ ഒരു ജോബിലേക്ക് പോകുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നത് ആ കൈൻഡ് ഓഫ് ഒരു ജോബ് ചെയ്യുമ്പോഴായിരിക്കും. ഓക്കെ, സോ ആ രീതിയിലുള്ള ഒരു ജോബാണോ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫ് പേർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള റീഡിങ് നമുക്കിന്ന് നോക്കാം. സോ 3 piles ആണ് നമുക്കിവിടെ ഉള്ളത്. നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം, 3 പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണാം. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആൻഡ് ലെറ്റ് സി വാട്ട് മെസ്സേജസ് ഇസ് വെയിറ്റിംഗ് ഫോർ യു. നിങ്ങൾ ചെയ്യേണ്ട ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പേർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജോലി എന്തായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്നൊക്കെ നമുക്കിവിടെ നോക്കാൻ പറ്റും. ഓക്കെ, സോ കണ്ണടച്ച് 2 minutes ഓഫ് ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും കണക്ഷൻ തോന്നുന്ന ഒരു പൈലിനെ നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ലൈഫ് പേർപ്പസും റിലേറ്റഡ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഹോപ്പ്ഫുള്ളി പൈൽ നമ്പർ 1 നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള റീഡിംഗ് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു 80% ഓഫ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് എന്നുള്ളത് കാണുന്നുണ്ട്. സോ ഇഫ് പോസിബിൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടും അത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്തുള്ള ബെല്ലിൻ്റെ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഐ എം സീയിങ് എ കമ്പാനിയൻ. നിങ്ങൾ പലരിലും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ജോലി ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വേറൊരു ജോബിനെ പറ്റിയിട്ടും ഒരു ഹോബീനെ പറ്റിയിട്ടും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടാവാം എന്നുള്ളത് കാണുന്നു. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു ഹീലിംഗ് റിലേറ്റഡ് ഫീൽഡ് ആവാനുള്ള സാധ്യതയുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, കണ്ടന്റ് ക്രിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. ദിസ് കുഡ് ഓൾസോ ബി ലൈക്ക് ടാരോട്ട് റീഡിംഗ്, ആസ്ട്രോളജി അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. ഹെർബ് മെഡിസിൻ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. കോച്ചിങ്, കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിലുള്ള ഫീൽഡുകളായിരിക്കാം. മിസ്റ്റിക്കൽ കാര്യങ്ങൾ, മാജിക്കൽ കാര്യങ്ങൾ ആയിരിക്കാം. ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ക്രൈം റിലേറ്റഡ് തിങ്സ്, മിസ്റ്റിക്കൽ ആയിട്ടുള്ള പാരാനോർമൽ ആയിട്ടുള്ള കൈൻഡ് ഓഫ് കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ ഡീപ്പായിട്ട് അറിയാനും റിസർച്ച് റിലേറ്റഡ് ഫീൽഡ്, ക്യൂരിയോസിറ്റി വേണ്ടുന്ന ഫീൽഡ്, ഇങ്ങനെയൊക്കെയുള്ള ജോബുകൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ചേരും എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിനോട് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങളൊരു ജോലി ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഈ ഒരു ജോലി അല്ലാതെ ഈ ഒരു കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു വിത്ത് ദ കമ്പാനിയൻ കാർഡ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരു സോൾമേറ്റ് എനർജി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ട്വിൻ ഫ്ലെയിമോ നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ ഫ്രണ്ട്ഷിപ്പ് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിനെ നിങ്ങൾ മീറ്റ് ചെയ്തതിന് ശേഷം ഒക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളെ പറ്റി കുറച്ചുകൂടി അറിയണം, കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള തോട്ട്സ് വരാനുമുള്ള സാധ്യതകൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഐ എം സീയിങ് ഗൈഡൻസ്. ഓക്കെ, ഗൈഡൻസ് എന്ന് പറയുമ്പോൾ എഗെയിൻ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് ഒരാളെ ഗൈഡ് ചെയ്യാം. അതായത് ഇപ്പം ചില ജോലികൾ ഉണ്ടാവും, കാരണം നമ്മളിപ്പോൾ ഈ ജോബ് വിസ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കാണാറുണ്ടല്ലോ. അതായത് അവർ ഗൈഡ് ചെയ്തിട്ടാണ് നമുക്ക് പറഞ്ഞു തരിക. അതായത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ജോബിലാണ് പോവുക, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ വഴിയിലൂടെയാണ് നമ്മൾ പോവേണ്ടത്. എസ്പെഷ്യലി ഐ ക്യാൻ ഗിവ് യു ആൻ ഐഡിയ ഓഫ് കരിയർ കൗൺസിലർ. അങ്ങനെ ഒരു ജോബ് ഉണ്ട്. അതായത് നമ്മൾ എന്ത് ജോബ് എടുക്കണം എന്നുള്ളത് മനസ്സിലാക്കുന്നത്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ജോലികൾ. സോ അങ്ങനെയൊക്കെയുള്ള ജോബുകൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ചേരും. അതായത് അയാൾ പോകേണ്ട വഴി എന്താണ്, അയാൾക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ ലൈഫിൽ സക്സസ് ആക്കാൻ പറ്റും എന്നൊക്കെ രീതിയിലുള്ള ഐഡിയ കൊടുക്കുന്ന രീതിയിലുള്ള ജോലികൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ചേരും എന്നുള്ളത് കാണുന്നു വിത്ത് ഗൈഡൻസ്. സീക്ക് ഗൈഡൻസ് വിത്ത് ദ ആൻസേഴ്സ് ആൻഡ് സീക്ക് ആർ ദ ആൻസേഴ്സ് ഇൻ ദ കാർഡ്സ്. ഓക്കെ, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ. അതായത് നിങ്ങൾക്ക് റിസർച്ച് ഫീൽഡ് വളരെ നന്നായിട്ട് ചേരും.
അതായത് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ചേരും എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. കുറച്ച് എന്തൊക്കെയോ റിസർച്ച് ചെയ്യണം, നിങ്ങൾക്ക് മാർക്കറ്റിനെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ള രീതിയിലുള്ള ജോലികളും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ചേരും. സോ ദിസ് ഇസ് വാട്ട് നിങ്ങളുടെ ഒരു ബേസിക് ഏരിയ, നിങ്ങളുടെ ഏരിയ ഇതൊക്കെയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ ഇവിടെയൊക്കെയാണ് നിങ്ങളുടെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴികാട്ടിയായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അതായത് ഒരാളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് നോക്കുമ്പം അവരുടെ ലൈഫിലൊരു മേജർ പാർട്ട് നിങ്ങളായിരിക്കും എന്നുള്ള രീതിയിലുള്ള ജോലികൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ചേരും എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, 8 ഓഫ് സോർഡ്സ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളൊരു റോങ് പ്ലേസിൽ കെട്ടി പൂട്ടി വെച്ചിരിക്കുകയാണ്, നിങ്ങളൊരു റോങ് പ്ലേസിലാണ്, ദിസ് ഈസ് നോട്ട് മൈ പ്ലേസ്, എനിക്കിവിടെ അല്ല നിൽക്കേണ്ടത്, എനിക്ക് മാറി വേറെ എവിടെയെങ്കിലും പോകണം എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് കുറച്ച് നാളായിട്ടുണ്ടാവാം. എൻ്റെ ഫുൾ എബിലിറ്റീസ് എനിക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല, ഞാൻ വേറെ എന്തൊക്കെയോ ആണ്, പക്ഷേ ആ ഒരു സംഭവങ്ങളൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങൾ, തോട്ട് പ്രോസസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവാം എന്നുള്ളത് കാണുന്നു. ഓക്കെ, വിത്ത് 8 ഓഫ് സോർഡ്സ് എനർജി. നെക്സ്റ്റ് എനിക്ക് കാണുന്നത് സ്റ്റാർ കാർഡാണ്. കോണ്ടന്റ് ക്രിയേഷൻ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വളരെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങൾ നല്ല സ്റ്റോറി ടെല്ലേഴ്സ് ആയിരിക്കാം, നിങ്ങൾ കഥ പറയുന്നത് ആൾക്കാർക്ക് കേട്ടിരിക്കാൻ ഇഷ്ടമുണ്ടാവാം. സോ ആ രീതിയിലുള്ള കഴിവുകൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു. നിങ്ങൾക്കൊരു സ്റ്റാർ ഫിഗർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് നിങ്ങളെ ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യാനും നിങ്ങളുടെ കഴിവുകളിനെ അപ്ലോസ് ചെയ്യാനും, അതായത് നിങ്ങൾക്ക് കുറച്ച് കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി, നിങ്ങളൊരു സ്റ്റാറായിട്ട് ഇരിക്കേണ്ട വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് അറിയാം എന്നുള്ള രീതിയിൽ ആൾക്കാർ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ചാൻസസും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെയുള്ള എന്തെങ്കിലും കഴിവുകളുണ്ട് എന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. ക്വീൻ ഓഫ് സോർഡ്സ് എനർജി, ഇതിലെനിക്ക് കാണുന്നത് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ജോലികൾ വളരെ നന്നായിട്ട് ചേരും. നിങ്ങൾക്ക് ഒരു ഫീമെയിൽസ് ആണെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സംഭവം വേണം, ഒരു വിഷണറി ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഒരു എംപവർമെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്, അതിനെപ്പറ്റി നിങ്ങൾക്ക് സംസാരിക്കണം. ഇനി നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി പെടാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷമങ്ങൾ അവർക്ക് ഉണ്ടാവാൻ പാടില്ല, ഈ ഒരു കോസിന് വേണ്ടിയിട്ട് എനിക്ക് സംസാരിക്കണം എന്ന രീതിയിലുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിനോടൊപ്പം വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. പലരും നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളൊരു ഭയങ്കര അഹങ്കാരിയായിട്ടും, നിങ്ങൾ ഭയങ്കര ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര അറഗൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ വളച്ചൊടിച്ചിട്ടൊക്കെ സംസാരിക്കാനുള്ള ചാൻസസും ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് എനിക്ക് കാണുന്നത് ഇസ് 8 ഓഫ് വാൻഡ്സ് എനർജി. സോ 8 ഓഫ് വാൻഡ്സ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 8 വീക്സ് ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തോ ഒരു മെസ്സേജ് നിങ്ങൾക്ക് റിഗാർഡിങ് യുവർ കരിയർ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. എസ്പെഷ്യലി അത് നിങ്ങളുടെ സോൾ പർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഇപ്പം ചെയ്യുന്ന കാര്യമല്ല, എനിക്ക് വേറെ എന്തോ ഒരു കാര്യമാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, യു ആർ പ്ലാനിങ് ഫോർ എ സ്വിച്ച് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതിനെ പറ്റിയിട്ടൊക്കെയുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ അതിന് അലൈൻ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. വിത്ത് 8 ഓഫ് വാൻഡ്സ് എനർജി. എംപറസ് എനർജി എനിക്ക് കാണാൻ പറ്റുന്നു, വിച്ച് മീൻസ് ന്യൂ ബിഗിനിങ്സ് ആണ്, പുതിയ സ്റ്റാർട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഓൾറെഡി നിങ്ങൾ പോയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുള്ള, ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കാട്ടിലും എനിക്ക് കാണുന്നത് ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ബിഗിനിങ് വിച്ച് ഇസ് കമ്മിങ് ഇൻ ടു യുവർ ലൈഫ്. അതായത് ഒരു പുതിയതായിട്ടുള്ളൊരു സംഭവം നിങ്ങളുടെ ലൈഫിൽ നടക്കാനുള്ള ചാൻസസ് ആണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്ത് വേറൊരു നാട്ടിൽ പോകണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബെറ്റർ തിങ് ഫോർ യു. 3 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും മാറിപ്പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റീസ് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നു. ഓക്കെ, അതിൻ്റെ കൂടെ എനിക്ക് കാണുന്നത് ടവർ കാർഡാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവുക. നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവുക. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെൻ്റെ ലൈഫിൽ വരണം എന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന സമയത്തായിരിക്കില്ല ഇത് വരുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും നിങ്ങൾക്ക് ചിലപ്പം ആക്സെപ്റ്റബിൾ അല്ലാത്ത മൊമെൻറ്റിലും ഒക്കെ ആയിരിക്കും ഇതിനെ പറ്റിയിട്ടുള്ളൊരു ഐഡിയ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നു. നെക്സ്റ്റ് ഐ എം സീയിങ് ദ ഹീറോ ഫാൻത്ത് എനർജി. ഹീറോ ഫാൻത്ത് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പം യു മേ ഫീൽ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ എൻ്റെ ഉള്ളിലുള്ള മെസ്സേജസ് എനിക്ക് കിട്ടിയല്ലോ എന്നാണ് നിങ്ങൾക്ക് തോന്നാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനൊരു ഡിവൈൻ ടൈമിംഗ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നാം. അതായത് ഇത്രയും നാളെ ഇത് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ ഇതിപ്പം ഞാൻ എൻ്റെ മേലെ വർക്ക് ചെയ്യേണ്ട ഒരു സമയമായി അല്ലോ എന്നുള്ളത് തോന്നാം എന്നുള്ളതാണ്. കാരണം ഈ വീഡിയോയിൽ ഈ ഒരു മെസ്സേജ് യൂണിവേഴ്സ് ഗൈഡഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആൻസർ എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്റ്റെപ്പ് ലാഡർ പാറ്റേൺ കണ്ടിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെട്ട് കയറി പോയിട്ട് അവിടെ നിന്ന് താഴെ വന്ന് വീണ്ടും കയറി പോയി വീണ്ടും താഴെ വന്ന് അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നുണ്ടാവുക ഈ ഒരു സിറ്റുവേഷനിൽ. പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബ്ലെസ്സിങ് എന്നുള്ള രീതിയിലും ഒരു കാര്യം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു. മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വലി കണക്റ്റഡ് ആവുക, മെഡിറ്റേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈ ഒരു പർപ്പസിലേക്ക് അലൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണുന്നു. സോ നിങ്ങളുടെ ജോബും നിങ്ങളുടെ സോൾ പർപ്പസും എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു വഴി കാട്ടി കൈൻഡ് ഓഫ് പേഴ്സൺ. ആൻഡ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ക്ലയൻസ് അല്ലെങ്കിൽ നിങ്ങൾ സർവീസ് കൊടുക്കുന്ന ആൾക്കാരുടെ ലൈഫിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഒരു ഫാക്ടറാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നു. കുറേ നാൾ പോയി കഴിഞ്ഞാലും അവർ നിങ്ങൾ ഓർത്തിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരാളായിട്ട് മാറാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. സോ ആ ഒരു കൈൻഡ് ഓഫ് ജോബ്, ആ ഒരു രീതിയിലുള്ള ജോബ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക, ആ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, ഇവിടെ ഞാൻ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ. ഈ ഒരു സംഭവങ്ങളിലെല്ലാം എന്തെങ്കിലുമൊക്കെ ജോബ്സ് നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തതായിട്ട് നമുക്ക് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, സോ പൈൽ 2 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നിങ്ങളുടെ സോൾ പർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഓവർ ദ ബേസ് കാർഡ് ഐ എം സീയിങ് ബാലൻസ്. Harmony with nature is key. Connect with the element of balance and wisdom. നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് നാൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഒരു ജോലി കിട്ടുക എന്നുള്ള രീതിയിലുള്ള ജോലികൾ ഉണ്ടാവാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഡോക്ടർ ജോബ് നമുക്ക് ഒരു 5 years എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 6 years ഒക്കെ ആവുമല്ലോ. അങ്ങനെയുള്ള രീതിയിലുള്ള ജോലികളായിരിക്കാം. അതേപോലെ തന്നെ എൻജിനീയറിങ്ങിലും 4 years വേണം. അതേപോലത്തെ ഒരുപാട് പഠിച്ചാൽ മാത്രമേ നമ്മൾ അവിടെ എത്തുള്ളൂ. ടീച്ചിങ് ജോബിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഐ ഡോണ്ട് നോ, എനിക്ക് എത്ര എക്സാക്ട് ഇയേഴ്സ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിലും കുറേ നാൾ പഠിക്കണം എന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് അങ്ങനെയാണ്. അപ്പോൾ അതുപോലെയാണ്. അതായത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ഒരു ഡിഗ്രി ഉണ്ട് അല്ലെ, 3 വർഷത്തെ ഒരു ഡിഗ്രീനെ കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടില്ല. പകരം നിങ്ങൾക്ക് ഒരുപാട് പഠിച്ച് ഒരുപാട് സമയം ഒരുപാട് സമയം യൂസ് ചെയ്തിട്ട് വേണം ഇവിടെ എത്താൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ജോലി ആകാനുള്ള സാധ്യതയുണ്ട്. ബാലൻസ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ജോലികൾ നിങ്ങൾക്ക് കണക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അക്കൗണ്ടിങ് അങ്ങനെയൊക്കെയുള്ള ജോബുകൾ നിങ്ങൾക്ക് വളരെ കണക്റ്റഡ് ആവാൻ, CA കൈൻഡ് ഓഫ് ജോബുകൾ നിങ്ങൾക്ക് കണക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ജോലികൾ നിങ്ങൾക്ക് കണക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അഗ്രികൾച്ചർ, അതുപോലെ ഫാമിംഗ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഫാം ഹൗസ് സെറ്റപ്പിൽ ജീവിക്കുക, അങ്ങനെയൊക്കെയുള്ള ജോലികൾ നിങ്ങൾക്ക് ചേരാനുള്ള സാധ്യതയുണ്ട്. ഐ എം സീയിങ് എ സ്റ്റാർ ആൻഡ് എ പെന്റക്കിൾ. ഓക്കെ, ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ കണക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. കുറച്ചുകൂടി ഹോളിസ്റ്റിക് ലിവിങ്, അതായത് ലൈഫിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കുന്ന രീതിയിലുള്ള ചെയ്തു കൊടുക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളുമായിട്ട് കണക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാൽ ചിലപ്പം അവർ ജസ്റ്റ് നമ്മളൊരു ഹാർട്ട് ചെക്കപ്പിന് പോയാൽ
ഹാർട്ട് മാത്രമായിരിക്കില്ല നോക്കുന്നത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും നമ്മളുടെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്തിട്ടുള്ള പരിപാടി ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് സൈക്കോളജിക്കൽ അഡ്വൈസ് എന്തെങ്കിലും വേണമെങ്കിൽ അത് തരും. അങ്ങനെയൊക്കെയുള്ളൊരു എല്ലാം കൂടിയുള്ള ഒരു സംഭവം ചെയ്തു കൊടുക്കുന്ന സംഭവത്തിൽ ഇൻവോൾവ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ എനിക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ബാലൻസ് ആണ്. സോ ഇറ്റ് ഈസ് ലൈക്ക് മോർ ഓവർ ഒരു കൊമേഴ്സ് ഫീൽഡ് അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി എനിക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഒരുപാട് പഠിച്ചിട്ട് സംഭവങ്ങൾ നേടുന്ന കൈൻഡ് ഓഫ് ജോലിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഐ എം സീയിങ് ഫോക്കസ്. ഒരുപാട് ശ്രദ്ധ വേണ്ടുന്ന രീതിയിലുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് വേണ്ടുന്ന രീതിയിലുള്ള ജോലികൾ. നിങ്ങൾക്കൊരിക്കലും അതിനകത്ത് ശ്രദ്ധ കൊടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് നഷ്ടം വരുന്ന രീതിയിലുള്ള ജോലികളും നിങ്ങളുടെ ലൈഫ് പർപ്പസിന് ഭാഗമാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഭയങ്കര മൈന്യൂട്ട് ഡീറ്റെയിൽ വേണം അതിന്. ചിലപ്പം ആർട്ടിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗോൾഡ് ജ്വല്ലറി അങ്ങനെയൊക്കെയുള്ള ജ്വല്ലറി പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാർ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ചെയ്യേണ്ട അവസ്ഥയുണ്ടാവാം. എന്തെങ്കിലും മിഷനറീസിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ജോലികളാണ് നിങ്ങളുടെ ഒരു ഫോർട്ടെ എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡ് എനിക്ക് കാണുന്നുണ്ട്. ക്രിയേഷൻ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾ അതിൻ്റെ അകത്ത് ഇൻവോൾവ്ഡ് ആവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പാസീവ്ലി ഇൻവോൾവ്ഡ് ആവാൻ പോരാ എന്നുള്ള രീതിയിലുള്ള ജോലികൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നുള്ളത് കാണുന്നു. നിങ്ങൾ ഒരുപാട് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ്ഡ് ആയിരിക്കണം എന്നുള്ള രീതിയിലുള്ള ജോലികളുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഒരുപാട് ഇതിൻ്റെ അകത്ത് കണക്റ്റഡ് ആയാൽ മാത്രമേ ഈ ജോലി ഒരു 100% സക്സസ്ഫുൾ ആവുള്ളൂ എന്നുള്ള രീതിയിലുള്ള ജോലികൾ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഐ എം സീയിങ് ജസ്റ്റിസ്. എഗെയിൻ ഇതൊരു കൊമേഴ്സ് ഫീൽഡും ബാലൻസ് ആണ് ഇതിലും കാണുന്നത്. ബാലൻസിൻ്റെ ആ ഒരു ഇത് കാണുന്നു. അതേപോലെ തന്നെ ലീഗൽ ഫീൽഡ്, അഡ്വക്കേറ്റ്, അതേപോലെ തന്നെ ജസ്റ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളും കോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളും അങ്ങനെയുള്ള സംഭവങ്ങളും, ലീഗൽ ഫീൽഡ്, പോലീസ്, അതേപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ജോലികൾ, ഓക്കെ, പബ്ലിക് സർവീസ് റിലേറ്റഡ് ജോലികളും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. സംതിങ് റിലേറ്റഡ് ടു ബാലൻസ് എനിക്ക് കാണുന്നു. അതേപോലെ തന്നെ ഐ എം ഓൾസോ സീയിങ് ഇൻ എ ലോവർ ലെവൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എവിടെയൊക്കെയോ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ നല്ലോണം പഠിക്കുന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ നല്ലോണം നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾ എത്തേണ്ട അടുത്ത് എത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് ടൈം സീയിങ് 5 of Cups എനർജി. നിങ്ങൾക്ക് പല ലോസുകളും ഉണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഒരു ലോസ് വരുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൊരു ഐഡിയ ആയിരിക്കാം നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്നുള്ളത് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് പലപ്പോഴും ഇപ്പോഴും നിങ്ങൾ ചിലപ്പം എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്ന ഒരു സമയത്തായിരിക്കും നിങ്ങളൊരു വീഡിയോ കാണാനുള്ള സാധ്യത എന്നുള്ളതും കാണുന്നു. വിത്ത് 5 of Cups എനർജി. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ അത്ര നന്നാവില്ല എന്നുള്ളത് കൂടെ കാണുന്നു. ഈ ഒരുപാട് ആൾക്കാർ, ഒരുപാട് കൊളീഗ്സുമായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണം, ഒരുപാട് ആൾക്കാരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ജോലി നടക്കുള്ളൂ. അങ്ങനെയുള്ള ജോലികൾ നിങ്ങൾക്ക് കുറച്ചധികം ചേരില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവാം. കാരണം നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ജോലികൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് എനിക്ക് കാണുന്നത് Queen of Swords എനർജിയാണ്. അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് എടുത്തിട്ട് അതേ ചെയ്തേ പറ്റുള്ളൂ എന്ന് നിങ്ങൾ അഡാംഡൻ്റ് ആയിട്ട് പറയുന്ന രീതിയിലുള്ള ജോലികൾ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ഫൈറ്റർ സിറ്റുവേഷനിൽ നിൽക്കേണ്ട രീതിയിലുള്ള സോൾജിയർ അങ്ങനെയൊക്കെയുള്ള ജോബ്സും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണുന്നു. മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ, നിങ്ങൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ജോബുകൾ ചെയ്യാൻ, സൈക്കോളജി അങ്ങനെയുള്ള ജോബുകളും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ചേരാനുള്ള സാധ്യതയുണ്ട്. ആർട്ട് തെറാപ്പി എന്തോ എൻ്റെ മനസ്സിലിപ്പോൾ വന്നു. ആർട്ട് റിലേറ്റഡ് തെറാപ്പിയും കാര്യങ്ങളും, അതായത് സെൻഡക്കിൾ അങ്ങനെയൊക്കെയുള്ള ഡോഡലിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാർ ഒക്കെ ആവാനുള്ള സാധ്യതകളും എനിക്കിവിടെ കാണാൻ പറ്റുന്നു. നെക്സ്റ്റ് എനിക്ക് കാണുന്നത് Ace of Wands എനർജിയാണ്. ക്രിയേറ്റീവ് പവർ നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. മൈന്യൂട്ട് ഡീറ്റെയിൽ ചെയ്യാവുന്നത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. കാലിഗ്രഫി കൈൻഡ് ഓഫ് തിങ് വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാവാനുള്ള സാധ്യതയുണ്ട്. എല്ലാത്തിനും ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് വളരെ ഇഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
എല്ലാത്തിനും ഒരു ഭംഗി ഉണ്ടാവണം, എല്ലാത്തിനും ഇങ്ങനെ ഒതുക്കിയൊക്കെ വെക്കണം. അതേപോലെ തന്നെ എല്ലാത്തിനെയും ഡീറ്റെയിൽ നോട്ടീസ് ചെയ്യുന്നു. ചില ആൾക്കാർ ചില വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു സാധനത്തിനെ വരെയും നോട്ടീസ് ചെയ്ത് വെച്ചിട്ട് ആ വീട്ടിലത്തെ ആ സാധനം എൻ്റെ വീട്ടിൽ വേണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കൈൻഡ് ഓഫ് ആൾക്കാരുണ്ടാവും. സോ നിങ്ങൾ ആ ഒരു മോഡലിൽ പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ അസ്തറ്റിക് കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ആ രീതിയിലുള്ള ജോലികളും നിങ്ങൾ ടേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ്, ആർക്കിടെക്ചർ അങ്ങനെയൊക്കെയുള്ള ജോലികളും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ചേരും. ഫാഷൻ ഡിസൈനിങ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ചേരും. മജീഷ്യൻ കാർഡിൽ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ഇറ്റ്സ് ലൈക്ക് മാജിക്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മളുടെ പേരൻസ്, അതായത് നമ്മൾ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ ഒന്നും നമുക്ക് തോന്നില്ല. പക്ഷെ എന്നാൽ നമ്മളെ അമ്മമാരോ അല്ല അമ്മമാരോ ഒക്കെ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്തൊരു ടേസ്റ്റാണെന്ന് നമുക്ക് തോന്നാറുണ്ട്. സോ വി ഫീൽ ദാറ്റ് ഇസ് എ മാജിക്. അതുപോലെ എന്തൊക്കെയൊരു മാജിക്കൽ പവർ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് കാണുന്നു. അത് നിങ്ങളുടെ കൈ വെച്ച് ചെയ്യുന്ന കാര്യത്തിലാണ് ആ ഒരു പവർ എനിക്ക് കാണാൻ പറ്റുന്നത്. സോ നിങ്ങളുടെ കൈ വെച്ചിട്ട് ചെയ്യുന്ന എന്തൊക്കെയോ ജോലികളിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു പവർ ഉണ്ട് എന്നുള്ളത് കാണുന്നു. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾ ഒരുപാട് അബണ്ടൻ്റ് ആവേണ്ട ആൾക്കാരാണ്, ഒരുപാട് മണി കയ്യിൽ വരേണ്ട ആൾക്കാരാണ് എന്നുള്ളത് കാണുന്നു. ഒരുപാട് അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവേണ്ട ആൾക്കാരാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അബണ്ടൻസ് ഇൻ ദ സെൻസ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അബണ്ടൻസ്, ഒരുപാട് മണി കയ്യിലുണ്ടാവുക എന്നുള്ളൊരു പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് അസറ്റ്സ് ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളൊരു ചെറിയ പ്ലെയർ അല്ല, ഒരുപാട് വലിയ ഒരു ഡോൺ, വലിയ ഒരാളാണ് എന്നുള്ളൊരവസ്ഥയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് എനിക്ക് കാണുന്നത് 7 ഓഫ് കപ്സ് എനർജി. നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് റോങ് ഡിസിഷൻസ് എടുക്കാതിരിക്കുക. അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. നിങ്ങളുടെ അഡിക്ഷൻസിൻ്റെ മേലെ വർക്ക് ചെയ്യുക. ഓക്കെ, ചിലപ്പം നിങ്ങളുടെ ഈ ഒരു അഡിക്ഷൻ നിങ്ങൾ ഈ ഒരു റൈറ്റ് പാത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നുണ്ടാവില്ല. കാരണം നമ്മുടെ ഡോപ്പമീൻ ആണ് നമ്മൾ ഹാപ്പി ഹോർമോൺ, അത് നിങ്ങൾക്ക് അറിയായിരിക്കും. സോ ഡോപ്പമീൻ ആണ് നമ്മുടെ ഹാപ്പി ഹോർമോൺ. സോ നമ്മൾ ഈ പറയുന്ന സ്ക്രോളിങ് അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഫുഡ് കുറേ കഴിക്കുക, അതായത് ഇപ്പം നല്ല ഹെൽത്തി ഫുഡാണെങ്കിൽ കുഴപ്പമില്ല, അതല്ലാതെ നമ്മൾക്ക് ഒരുപാട് ചോക്ലേറ്റ് കഴിക്കുക, ഒരുപാട് മധുരം കഴിക്കുക, അതൊക്കെ നമുക്ക് ഒരു ഡോപ്പമീൻ തരുന്നതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്, നമുക്ക് സന്തോഷം തരുന്നതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള അഡിക്ഷൻസ് ഒന്ന് മോഡറേറ്റ് ആക്കാൻ ശ്രദ്ധിക്കുക. കാരണം അതൊക്കെ നിങ്ങളെ ഈ ഒരു നിങ്ങളെ റൈറ്റ് പ്ലേസിലേക്ക് പോകുന്നതിന് ഒരു സ്റ്റോപ്പ് ആയിട്ട് നിർത്തുന്നുണ്ടാവും, നിങ്ങൾ പിടിച്ചു നിർത്തുന്നുണ്ടാവാം. ഓക്കെ, ഐ എം സീയിങ് എ സക്സസ് ഉണ്ട് നിങ്ങൾക്ക്. 2 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ ഒരു ലൈഫ് പർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബിലേക്ക് എത്തും എന്നുള്ളത് കാണുന്നു. 2 ഓഫ് സോർഡ്സ് എനർജി ഉണ്ട്. നിങ്ങൾക്ക് അത് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അൺലൈക്ക് പൈൽ നമ്പർ 1 എനിക്ക് തോന്നുന്നു എവിടെയൊക്കെയോ അവർക്ക് ഇതിനെപ്പറ്റി ഓൾറെഡി അറിയാം. അതായത് അവർ ചെയ്യുന്ന ജോലിയല്ല ചെയ്യേണ്ടത്, അവർ വേറെ എന്തൊക്കെയോ സംഭവങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അവർക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസൈറ്റ് പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കാം എന്തെടുക്കണം എന്നുള്ളത്. ഒന്നിൽ കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ടാവാം, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ഡിസൈഡ് ചെയ്യണം എന്നറിയാതിരിക്കാം എന്നുള്ളത് കാണുന്നു. 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജി, നിങ്ങൾക്കൊരു മെയിൻ ജോബും ഒരു സൈഡ് ജോബും എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു അവസ്ഥയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. യു വിൽ ഹാവ് മോർ ദാൻ 1 സോഴ്സ് ഓഫ് ഇൻകം. അതായത് നിങ്ങളൊരു പർട്ടിക്കുലർ ജോലി ചെയ്യുന്നുണ്ട്, ഒരു ടൈമിനെ വെച്ചിട്ടൊരു ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ വേറൊരു ജോലിയും കൂടെ ചെയ്യുന്നുണ്ട്. 2 സംഭവങ്ങൾ അറ്റ് എ ടൈം നിങ്ങൾ ചെയ്യുന്ന രീതിയിലുള്ള ജോബുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണുന്നു. പാർട്ട് ടൈം ജോബ് ഉണ്ടാവാം, പാർട്ട് ടൈം ജോബ് നിങ്ങളുടെ പാഷൻ ആയിരിക്കാം എന്നുള്ളത് കാണുന്നു. സോ ഇതാണ് എനിക്ക് നിങ്ങളുടെ ലൈഫ് പർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയും ലൈഫ് പർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കരിയറായിട്ട് എനിക്ക് തോന്നുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ മോണിറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുക, അത് ഒരു ജോലിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പൈൽ നമ്പർ 3 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് റീഡിംഗ് എന്താണെന്ന് നോക്കാം. Okay, so for people who have chosen pile number 3, I'm seeing transformation related ആയിട്ടുള്ള ജോലികൾ നിങ്ങൾക്ക് നന്നായിട്ട് ചേരും. Embrace the change, harness its magic, brewing. ട്രാൻസ്ഫോർമേഷനിൽ വരുന്ന ജോലികൾ എന്ന് പറയുമ്പം ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ,
ഓക്കെ, ഫിറ്റ്നസ് ജേർണിയിൽ ട്രാൻസ്ഫോർമേഷൻ റിലേറ്റഡ് ആയിട്ട് ജോലികൾ, ഹെൽത്ത് അഗെയിൻ ഇതിനകത്ത് വരാം, ഹെൽത്ത് റിലേറ്റഡ് ജോലികൾ നിങ്ങൾക്ക് പറ്റും. അതേപോലെ തന്നെ പേഴ്സണൽ ഒരാളെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈഫ് കോച്ചിങ് അങ്ങനെയൊക്കെയുള്ള ജോലികൾ, സൈക്കോളജി ഇവിടെയും നിങ്ങൾക്ക് പറ്റും. വേറെ എനിക്ക് കാണുന്നത് കുക്കിംഗ്, അതായത് ഒരു സാധനങ്ങൾ നിങ്ങൾക്ക് തന്നു അതിനെ കുക്ക് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനമായിട്ട് മാറിയ ഷെഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പറ്റും. കണ്ടന്റ് ക്രിയേഷൻ നിങ്ങൾക്ക് നന്നായിട്ട് പറ്റും എന്നുള്ളത് കാണുന്നു. നിങ്ങൾക്ക് കുറച്ച് റോ തിങ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ബിൽഡ് ചെയ്ത് വേറെ ഒരു ബ്യൂട്ടിഫുൾ തിങ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന എന്തൊരു ജോലിയും നിങ്ങൾക്ക് നന്നായിട്ട് പറ്റും എന്നുള്ളത് കാണുന്നു. സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ച്, നിങ്ങൾക്ക് ഒന്നും ഇല്ല, അതായത് ഒരു സാധനം നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കൂടെ അതിനെ ഡേ ബൈ ഡേ ഓരോരോ കാര്യങ്ങൾ ബൈ കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് ഒരു സംഭവത്തിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലൊരു പവർ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. മാനിഫെസ്റ്റ്, നിങ്ങളുടെ മനസ്സിൽ എന്തൊരാഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ഡിസയേഴ്സ് നിങ്ങൾക്ക് റിയാലിറ്റി ആക്കാൻ പറ്റും എന്നുള്ളത് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് നല്ല മാനിഫെസ്റ്റേഷൻ അബണ്ടൻസ് കോച്ചസ് ആവാൻ പറ്റും എന്നുള്ളത് കാണുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്കിത് ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മാനിഫെസ്റ്റേഷൻ ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നടക്കും എന്നുള്ളത് കാണുന്നു. പെർഫ്യൂം റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ, ഫ്രേഗ്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ നിങ്ങൾക്ക് നന്നായിട്ട് ചേരും എന്നുള്ളത് കാണുന്നു. ഫ്ലവറിങ് പ്ലാന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ, അഗ്രികൾച്ചർ റിലേറ്റഡ് ജോബുകൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ചേരും എന്നുള്ളത് കാണുന്നു. വീനസ് എനർജി റിലേറ്റഡ് ജോബുകൾ, ഫീമെയിൽ ഫാഷൻ ആയിട്ടുള്ള എന്തെങ്കിലും കണക്ഷൻ ഉള്ള ജോബുകൾ, അവരുടെ ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ എനിക്ക് കാണാൻ പറ്റുന്നു. സ്റ്റൈലിംഗ് അങ്ങനെയൊക്കെയുള്ള ജോബുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കാണുന്നു. ഓക്കെ, സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാനുള്ള സാധ്യതകൾ എനിക്ക് കാണാൻ പറ്റുന്നു. ഓക്കെ, ദിസ് ഈസ് വാട്ട് ഐ എം സീയിങ്. നേച്ചർ, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളും നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു സംഭവം നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് ചെയ്യേണ്ട ജോലിനെ പറ്റി നിങ്ങൾക്ക് ഐഡിയ ഇല്ല, നിങ്ങൾക്ക് ഒരു കാര്യവും ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള അപ്രിസിയേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് ചിലർ നമുക്ക് കാണാറുണ്ട്, ഇപ്പോൾ നമ്മൾ കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമോ അങ്ങനെയൊക്കെയുള്ള സംഭവത്തിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നും ഉണ്ടാവില്ല, അതായത് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ അവർ അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു 1 മില്യൺ 2 മില്യൺ ഫോളോവേഴ്സിനൊക്കെ വെറുതെ കിട്ടുക, അത്ര 1 മില്യൺ വ്യൂസൊക്കെ വെറുതെ കിട്ടുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാവും ചിലർക്ക്. ഓവർനൈറ്റ് സക്സസ് ആവുക എന്ന് പറയുന്നത് അത് നമ്മളുടെ ഭാഗ്യം ലക്കിനൊക്കെ അനുസരിച്ചിരിക്കും. നമ്മളിപ്പോൾ ചിലപ്പോൾ എല്ലാവരും സ്ട്രാറ്റജി നോക്കിയിട്ട് എല്ലാവരും ഒപ്റ്റിമൈസേഷനൊക്കെ നോക്കിയിട്ട് ഹാഷ്ടാഗും കീബോർഡും ഒക്കെ ഇട്ടിട്ടും വളരാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ എന്താ പറയുക, ഒരു സ്നാപ്പിനനുസരിച്ചിട്ട് അവർക്ക് ഒരു മാറ്റം ഉണ്ടാവും ലൈഫിൽ. അതുപോലെയുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ തോന്നുന്നത്. സോഡ്സ് എനർജി, 6 ഓഫ് സോഡ്സ് എനർജി. പലപ്പോഴും നിങ്ങൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് വൈബ് തരണമെന്നില്ല. അത് ചുറ്റിലുള്ള ആൾക്കാരായിക്കോട്ടെ, ആൾക്കാരുടെ എനർജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് ചാർട്ട് വെച്ചിട്ട് നിങ്ങളുടെ ടൈമും പ്ലേസ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചിട്ട് ചിലപ്പം ആസ്ട്രോളജിക്കലി അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അതായത് ദർ ഈസ് സംതിങ് കോൾഡ് ആസ് മാപ്പിംഗ്. അതായത് നമ്മൾ ഏതോ ഒരു 3 സ്ഥലത്ത് നിന്നാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമ്മൾ ടാരോ റീഡിങ് ചെയ്യുമ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ കാണാറുണ്ട് ഡെസേർട്ടഡ് ഏരിയ, കോൾഡ് കൺട്രി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ആൾക്കാർ എവിടെയായിരിക്കും ജീവിക്കുക അല്ലെങ്കിൽ എവിടെയായിരിക്കും അവർക്ക് ബെറ്റർ ആവുക എന്നുള്ളത്. ഐ തിങ്ക് അതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ കേരളയിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ തോന്നാറുണ്ട്. എനിക്ക് തോന്നുന്നു ദിസ് ഇസ് നോട്ട് എ റൈറ്റ് പ്ലേസ് ഫോർ മീ എന്ന് തോന്നുന്നു വെൻ ഇറ്റ് കംസ് ടു മൈ കരിയർ. അതുപോലെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നിങ്ങളുടെ കാര്യത്തിൽ വരേണ്ട ആവശ്യം ഉണ്ടാവാം. മേ ബി യു നീഡ് എ ട്രാവൽ ഓർ യു നീഡ് എ റിലൊക്കേഷൻ എന്ന് തോന്നുന്നു. ഐ എം സീയിങ് പേജ് ഓഫ് വാൻസ് എനർജി. ക്രിയേറ്റീവ് ഫീൽഡ് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ചേരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് എവിടെയും കാണാൻ പറ്റുന്നത്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഭയങ്കര ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയുള്ളവർ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ടും വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ പറഞ്ഞ് ആൾക്കാരെ കൺവിൻസ് ചെയ്യാനുള്ള സെയിൽസ് പവർ നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. ഒരു സെയിൽസ്മാൻഷിപ്പും ഒക്കെ നിങ്ങൾക്കുണ്ട്. നല്ലൊരു സെയിൽസ് മാനേജർ, സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആവാൻ നിങ്ങൾക്ക് നല്ലൊരു കഴിവുണ്ട് എന്നുള്ളത് കാണുന്നു. ഐ എം സീയിങ് 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജി ആസ് വെൽ. നിങ്ങൾക്ക്
ഫാമിലി പരമായിട്ടുള്ള ബിസിനസ്സുകൾ നിങ്ങൾക്ക് നന്നായിട്ട് ചേരും എന്നുള്ളത് കാണുന്നു. അതായത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു കഴിവുണ്ട്, ആ കഴിവിനെ നിങ്ങൾ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നിങ്ങളുടെ വീട്ടിലൊരു അമ്മയുണ്ട്, ആ അമ്മ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, നിങ്ങൾക്കൊരു ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐഡിയാസൊക്കെ ഉണ്ട്, അത് വർക്കൗട്ട് ആവാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ബേക്കറി സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ കുഞ്ഞു കുഞ്ഞു അച്ചാറ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാരുടെ കഴിവ്, അതായത് നിങ്ങളുടേന്ന് തോന്നുന്ന കേട്ടോ, നിങ്ങളുടേന്ന് തോന്നുന്ന നിങ്ങൾക്ക് ചുറ്റിലുമുള്ള ആൾക്കാരുടെ കുറച്ച് കഴിവ് നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്കൊരു ഫാമിലി ബിസിനസ് എന്നുള്ള സംഭവത്തിൽ നിങ്ങൾക്ക് കുറച്ച് ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് എനിക്ക് കാണുന്നത് എംപറസ് കാർഡാണ്. അതായത് യുവർ മദർ ഓഫ് യുവർ കരിയർ എന്നുള്ള രീതിയിൽ, അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന ജോലികളിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു സംഭവം ഉണ്ടാക്കാൻ അറിയാം. ചിലർക്ക് ചില ഫ്രേഗ്രൻസസ്, ചില ഫ്രേഗ്രൻസസ്, ഞാൻ വാങ്ങിക്കുന്ന ഫ്രേഗ്രൻസസ് അവർ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ധൂപ്പ് സ്റ്റിക്സ് ഒക്കെ ഇല്ലേ, മറ്റേ മണമുള്ള ആ ഒരു ഇങ്ങനെ വടി പോലത്തെ സാധനം, ആ ഡൂപ്പ് സ്റ്റിക്സ് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ദേ ഡൂ ബൈ ദംസെൽഫ്. ഈ റോസ് പെറ്റൽസും അങ്ങനത്തെ സാധനമൊക്കെ ഉണക്കി അത് ഈ പറയുന്ന സാധനത്തിലൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ദേ ഡൂ ഇറ്റ് ബൈ ദംസെൽഫ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള DIY പ്രൊഡക്ട്സ് ഉണ്ടാക്കുക, അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ഇൻകം ജനറേറ്റ് ചെയ്യുക, നിറ്റിങ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പവേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സ്മോൾ ബിസിനസ്സായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ബിഗ് ബിസിനസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഐ എം സെയിങ് ദ 7 of Swords എനർജി. 7 of Swords എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് എടുക്കേണ്ടി വരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 9 to 5 ജോബ് വിട്ടിട്ട് എപ്പോഴും നമ്മളൊരു മീം കാണാറുണ്ട്, 9 to 5 ജോബ് ഇട്ടിട്ട് ഇപ്പം ബിസിനസ് തുടങ്ങാൻ വിചാരിച്ച് നമ്മൾ 24x വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് സംതിങ് ഒരു എൻജോയബിൾ പ്രോസസ്സാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പം ആ ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് എനിക്ക് കാണുന്നത് 3 of Cups എനർജി. നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചെയ്യുന്ന രീതിയിലുള്ള ജോലികൾ, അതായത് നിങ്ങൾ എല്ലാ ഫ്രണ്ട്സും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കും, നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, സോ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് തീരുമാനമെടുത്തിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ജോലികൾ നിങ്ങൾക്ക് ചേരും എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് എനിക്ക് കാണുന്നത് ചാരിയറ്റ് കാർഡാണ്. ചാരിയറ്റ് കാർഡിലും എനിക്ക് കാണുന്നത് ഇറ്റ്സ് ലൈക്ക് മൂവ്മെൻറ്റ്. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ചെയ്യുന്ന ജോലികളും നിങ്ങൾക്ക് നന്നായിട്ട് പറ്റും എന്ന് തോന്നുന്നു. ട്രാവൽ കൺസൾട്ടൻസി അങ്ങനെയുള്ള ജോലികൾ നിങ്ങൾക്ക് നന്നായിട്ട് ചേരും എന്നുള്ളത് കാണുന്നു. ഐ എം സീയിങ് 4 of Swords എനർജി. ആൾക്കാരുടെ അടുത്ത് റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും അവർക്ക് ഒരു സംഭവം ചെയ്തു കൊടുക്കുന്നു, അതായത് ആയുർവേദിക് മസാജ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യുന്ന സെൻറ്റേഴ്സ്, അതിൻ്റെ രീതിയിലുള്ള തെറാപ്പി, അങ്ങനെയുള്ള തെറാപ്പിസ്റ്റ്, ആയുർവേദിക് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, ആയുർവേദിക് ആയിട്ടുള്ള മസാജസ്, ആയുർവേദിക് തെറാപ്പിസ്റ്റ് എന്നാണ് തോന്നുന്നു പറയാം. സോ അങ്ങനെയുള്ള ജോലികൾ, അതേപോലെ തന്നെ സ്പാ, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ജോലികൾ നിങ്ങൾക്ക് നന്നായിട്ട് ചേരും എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് ഐ എം സീയിങ് 9 of Wands എനർജി. ഐ എം സീയിങ് നിങ്ങൾ ഡൗട്ട്ഫുൾ ആണ്, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നുള്ളതിൽ ഡൗട്ട്ഫുള്ളാണ് എന്നുള്ളത് കാണുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പം ഈ ഒരു റീഡിങ് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്തുകൊണ്ട്, ഈ തോന്നുന്ന കാര്യങ്ങൾക്ക് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇത് വർക്കൗട്ട് ആവുമോ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവാം എന്നുള്ളത് തോന്നുന്നു. ഓക്കെ, സോ ദീസ് കൈൻഡ് ഓഫ് ജോബ്സ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നാവുക. ആൻഡ് ഈ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ സക്സസ്ഫുൾ ആവേണ്ട വ്യക്തികളാണ് എന്നുള്ളത് കാണുന്നു. ഒരു ഡിഫിക്കൽട്ട് ഫേസ് ഉണ്ടാവും, പക്ഷേങ്കിൽ അതൊരു മൊമെൻറ്റം കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ളത് തോന്നുന്നു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ 3 പൈലുകാർക്കും ഇങ്ങനെയുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഓരോരോ ചേഞ്ചസ് വരും എന്നുള്ളത് മനസ്സിലാക്കുന്നു. നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ലൈഫ് പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോലികൾ സെലക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് അതൊരു സൈഡ് ഹസലായിട്ടെങ്കിലും വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.